സമാപന വേദികയിൽ നിന്നുള്ള പരസ്യ പ്രചാരണ സമാപന വേദികയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. രാജീവ് സ്ഥാനാർത്ഥി എല്ലായിടത്തും സ്ഥാനാർത്ഥികൾ എത്തുകയാണ്. അതായത് ഈ പരസ്യ പ്രചാരണം അവസാനിക്കുന്ന ദിവസം എല്ലായിടത്തും സാധാരണ മണ്ഡലത്തിൽ പരമാവധി സ്ഥാനാർത്ഥി ഒന്ന് കറങ്ങും. എന്നിട്ട് അവസാനം പരസ്യ പ്രചാരണ വേദികയിലേക്ക് സ്ഥാനാർത്ഥി എത്തുക, അവിടെ ഒരു ഉയരത്തിൽ കയറിയുന്ന സ്ഥാനാർത്ഥി അവിടെ വന്നിട്ടുള്ള മുഴുവൻ അനുഭാവികളെ അണികളെയും അഭിസംബോധന ചെയ്യുക. അതാണ് ഇതിൻ്റെ ഒരു ആചാരം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പി രാജീവ് അവിടേക്ക് എത്തുന്നു. അണികളെ LDFിൻ്റെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു. പി രാജീവിൻ്റെ കൂടെ റാപ്പർ വേടനുമുണ്ട്. വേടനെയും കൊണ്ടുവന്നിരിക്കുകയാണ്. വേടൻ അവിടെ ഒന്ന് രണ്ട് പാട്ട് പാടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി പെർഫോം ചെയ്യുകയോ ചെയ്യുമായിരിക്കും. മറ്റ് പല സ്ഥലത്തും നമുക്ക് ഹനാൻ ഷായെ പോലെയുള്ള വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള വ്ളോഗർമാരെയോ അല്ലെങ്കിൽ ഒക്കെ പാട്ടുകാരെയൊക്കെ പല സ്ഥലത്തും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കലാശക്കൊട്ടിനെ ആവേശഭരിതമാക്കാൻ, വർണ്ണാഭമാക്കാൻ, വ്യത്യസ്തമാക്കാൻ പലതരത്തിലുള്ള ഐഡിയാസ് ആശയങ്ങളുമായിട്ടാണ് ഓരോ സ്ഥലത്തും സ്ഥാനാർത്ഥികൾ നിറഞ്ഞിരിക്കുന്നത് എന്ന് കാണാം. എന്തായാലും ഗംഭീരമാക്കുന്നു മുന്നണികൾ എന്ന് തന്നെയാണ് കാഴ്ചകൾ എന്ന് കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലായിടത്തും ആവേശോജ്വലമായിട്ടുള്ള രാജീവിന്റെ കൂടെ സ്വരാജും ഉണ്ട് കേട്ടോ. സ്വരാജുണ്ട്. ഇത്തവണത്തെ LDFിന്റെ സ്റ്റാർ ക്യാമ്പയിനർ എന്ന് വിളിക്കാൻ പറ്റുന്ന ആൾ M സ്വരാജാണ്. അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നില്ല. പകരം MV ഗോവിന്ദൻ വിശ്രമിച്ചു, സ്വരാജ് രംഗത്തെത്തി. MV ഗോവിന്ദൻ മാറി നിൽക്കുമ്പോൾ സ്വരാജ് ഒരു പാർട്ടി സെക്രട്ടറിയെ പോലെ ആക്ട് ചെയ്യുന്നു. അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ താഴെ ഇടതുപക്ഷ അനുഭാവികൾ വന്ന് നെക്സ്റ്റ് പാർട്ടി സെക്രട്ടറി ലോഡിംഗ് എന്നൊക്കെ കമന്റ് ചെയ്യും. അപ്പോൾ ആ നിലയ്ക്ക് സ്വരാജ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഉയർത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. അപ്പോൾ തിരുവനന്തപുരം എറണാകുളത്ത് കളമശ്ശേരിയിൽ പി രാജീവിൻ്റെ പ്രചാരണ പരിപാടിയുടെ അവസാന ഘട്ടത്തിൽ പങ്കെടുക്കാനാണ് സ്വരാജ് അവിടെ എത്തിയിട്ടുള്ളത്. സ്വരാജിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രവർത്തന മേഖലയും അദ്ദേഹം താമസിക്കുന്നതൊക്കെ കൊച്ചിയിൽ തന്നെയാണ്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ 2 പേർ അവിടെ ഉണ്ട്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ മണ്ഡലങ്ങളിൽ, വിവിധ കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അണികൾ, അനുഭാവികൾ, ആവേശോജ്വലമായ തെരഞ്ഞെടുപ്പ് കലാശക്കൊട്ടിൻ്റെ നിമിഷങ്ങളിൽ അമരുന്നതിൻ്റെ തത്സമയ കാഴ്ചയാണ് നാം കാണുന്നത്. വിവിധ വർണ്ണങ്ങളിലുള്ള കൊടികൾ, ബലൂണുകൾ, കൊടിതോരണങ്ങൾ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. പലതരത്തിലുള്ള പാട്ടുകൾ, രാഷ്ട്രീയാക്ഷേപഹാസ്യ പാട്ടുകൾ, ഭരണ നേട്ടങ്ങൾ അവകാശപ്പെടുന്ന പാട്ടുകൾ, ഇരുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിക്കുന്ന പാട്ടുകൾ, ഇത്തവണയും മുഴങ്ങി കേൾക്കുന്ന പാട്ടുകൾ പ്രധാനപ്പെട്ട പാട്ടുകളിൽ നിന്ന് പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടാണ്. അതുപോലെ തന്നെ LDF അപ്പുറത്തെ ട്രെൻഡിങ് ആക്കാൻ ശ്രമിക്കുന്ന ഒരു പാട്ട് വയനാട്ടിലെ ഫണ്ട് കോൺഗ്രസ് മുക്കി എന്ന് പറയുന്ന ഒരു പാട്ടാണ്. എന്തായാലും പാട്ടും ആട്ടവുമെല്ലാം കൊണ്ട് നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ കലാശക്കൊട്ടിൻ്റെ കാഴ്ചകൾ കാണുന്നു. വി ശിവൻകുട്ടി തെരഞ്ഞെടുപ്പിന് ശേഷം ഫലപ്രഖ്യാപനം നടത്തിയതിനു ശേഷം ആഹ്ലാദ പ്രകടനം നടത്തുന്ന ഒരു ആവേശം കുട്ടിക്കലാശത്തിനുണ്ട്. അത് ആർക്കും സംശയമില്ല, BJPയും CPIയും തമ്മിലാണ്. വളരെ ആവേശം നിറഞ്ഞ ഒരു കൊട്ടിക്കലാശം തന്നെയാണ് ഇവിടെ. വി ശിവൻകുട്ടിയാണ് നേമത്ത് നിന്ന് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ നേരത്തെയും അദ്ദേഹം വ്യക്തമാക്കിയതാണ്. നേമത്ത് മത്സരിക്കുന്നത് LDFും BJPയും തമ്മിലാണ്. കോൺഗ്രസ് മത്സരചിത്രത്തിലില്ല എന്നാണ് അദ്ദേഹം നേരത്തെയും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും അത് ആവർത്തിക്കുന്നു. അദ്ദേഹം വിജയപ്രതീക്ഷയിലാണ്. കുട്ടിക്കലാശം ഒരു വിജയ ആഹ്ലാദ പ്രകടനം പോലെയാണ് തനിക്ക് തോന്നുന്നത് എന്നും വി ശിവൻകുട്ടി അവിടെ പറഞ്ഞു. അതായത് ജയം ഉറപ്പിച്ചു എന്നാണ് വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നത്.